വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇന്നു മുതൽ പ്ലാസ്റ്റിക് നിയന്ത്രണം കർശനമാക്കി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നിയന്ത്രണത്തിന്റെ ഭാഗമായി 1/2 ലിറ്ററിന് താഴെ ശേഷിയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളുടെ ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. മൂന്നാർ പഞ്ചായത്തിൽ ഇന്നു മുതൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുകയാണ്. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്ന മാലിന്യം നിയന്ത്രിക്കുക, പൊതുജനങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നു മുതൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും 500 മില്ലി ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ആദ്യഘട്ടം മുതൽ പൂർണ്ണമായി നിയന്ത്രിക്കുകയാണ്. ഇതിൽ വ്യാപാരികൾ സഹകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ വ്യാപാരികളും നമ്മളെ വിവിധ യോഗങ്ങൾ വിളിച്ചു കൂട്ടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, മാർക്കറ്റ് അസോസിയേഷൻ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തുടങ്ങി എല്ലാ സംഘടനകളും നമ്മുടെ കയ്യിൽ മിനിറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ച ഒരു തീരുമാനം. ഇത് പഞ്ചായത്തിൻ്റെ അല്ല തീരുമാനം. പൊതുജനങ്ങളിൽ വന്ന അഭിപ്രായം അത് വ്യാപാരി പ്രതിനിധികൾ അംഗീകരിച്ച് അവർ സഹകരിക്കാമെന്നും ഇന്നു മുതൽ ഏത് സ്ഥാപനത്തിന് പേരിൽ നടപടി വന്നാലും അതിന് ശുപാർശിക്കോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ പഞ്ചായത്തിനെ സമീപിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു നിയന്ത്രിക്കാനൊരു ലക്ഷ്യമിടുന്നത്? ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ 8 അംഗ ടീം അവിടെ ഉണ്ടാവും. ആ ടീം നിരന്തരം ഒരു 6 മുതൽ 8 അംഗം അത് ലഭ്യത അനുസരിച്ച് ജീവനക്കാരുടെ ബാക്കി ജോലിയും കൂടെ വന്നാലും ദിവസേന 2-3 മണിക്കൂർ സമയം പറയില്ല സ്ക്വാഡുണ്ടാവും. ആ സ്ക്വാഡുകൾ പോയി തിരഞ്ഞെടുക്കുന്ന പ്ലാസ്റ്റിക് എവിടെ നിന്നെങ്കിലും നിരോധിച്ച പ്ലാസ്റ്റിക്കോ സാധനങ്ങളോ കണ്ടു കിട്ടുവാണെങ്കിൽ അത് ചീസ് ചെയ്തെടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആ സ്ഥാപനത്തിന്മേൽ ആദ്യപടി എന്നതിൽ 10,000 രൂപയുടെ പിഴ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈടാക്കും. കൂടാതെ ഞങ്ങൾ പൊതുജനങ്ങൾക്കും ഒരു അവയർനെസ് ഉണ്ടാകുന്നതിന് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും ഞങ്ങളൊരു വാട്സപ്പ് നമ്പർ തരുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലൂടെ വിവരം അറിയിച്ചാൽ, ഏതൊരു സ്ഥാപനത്തിന് തെളിവ് സഹിതം അറിയിച്ചാൽ അതിന് അവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയിൽ നിന്നും 25% അവർക്ക് കൊടുക്കും. അപ്പോൾ ഒരു തൊഴിലുമായി അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തിലേക്ക് ഒരു അരുതി വരും. അതുകൊണ്ട് കച്ചവടക്കാരും പൊതുജനങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ മൊബൈലായിട്ട് നടക്കും. പഞ്ചായത്ത് വരണമെന്നില്ല. പഞ്ചായത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് നടപടിയിലേക്ക് തന്നെ പോകും. ഫൈൻ ഈടാക്കിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കും. കോടതിയിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യും. നിലവിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശം കൂടിയാണ്. പല ആളുകളും സഞ്ചാരികൾ പ്ലാസ്റ്റിക് അടക്കം അല്ലെങ്കിൽ ഈ 500 ലിറ്ററിന് താഴെയുള്ള കുപ്പികളെല്ലാം കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രയോജനം? നമുക്ക് പരസ്യത്തിലൂടെ പബ്ലിസിറ്റി നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ അറിയിക്കുക. എല്ലാ മാധ്യമങ്ങളിലും വരുമ്പോഴും എന്തായാലും ഞങ്ങൾ ദേവികുളം പഞ്ചായത്തും ഇതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ചില മഴക്കാലം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ വാഹനങ്ങളിൽ കയറിയുള്ള പരിശോധനയും ശക്തമാക്കും. അവരോട് ആദ്യം പിടിക്കുന്ന പ്ലാസ്റ്റിക് വണ്ടികളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന വലിയ ബസ്സുകളിൽ പറയും ആദ്യത്തെ തവണ അവർ ഫൈനൊന്നും ഈടാക്കില്ല. വീണ്ടും അവർ ആവർത്തിച്ചാൽ അവർക്കെതിരെയും പിഴ ചുമത്തും. കർശന നടപടിയായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും അതിന് എല്ലാ സഹകരണവും ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ആർക്കും ഫൈൻ അടിക്കരുതേ എന്നുള്ള ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആർക്കും ഫൈൻ ഈടാക്കരുതെന്നുള്ള എന്ന് വെച്ചാൽ ആരും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫൈൻ ഈടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല, ഇവിടെ പ്ലാസ്റ്റിക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും. ഞങ്ങളുടെ അല്ല, ഈ നാടിൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഏതായാലും പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തി മൂന്നാറിന്റെ മാലിന്യ പ്രശ്നത്തിന് ഒരുവിധ ശാശ്വത പരിഹാരം കാണാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.